പ്രിയങ്ക ഗാന്ധി പോരാട്ടത്തിന് ഇറങ്ങാൻ പോകുന്ന ഈ വയനാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 2009 രൂപീകൃതമായത് മുതൽ UDFന്റെ ഉരുക്കുകോട്ടയാണ് വയനാട്. 2019 അമേഠിയിൽ അടിപതറിയ രാഹുൽ ഗാന്ധിയെ ചേർത്തു പിടിച്ചത് വയനാടാണ്. പ്രിയങ്കയുടെ വരവോടെ VIP മണ്ഡലം എന്ന പരിഗണനയും നെഹ്റു കുടുംബത്തിന്റെ തുടർച്ചയും വയനാട് ഉണ്ടാകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. The question is, will I be member of parliament of Wayanad or will I be member of parliament of Raebareli? What I will commit to you is that both Wayanad and Amethi and Raebareli will be happy with my decision. ഒടുവിൽ ആ തീരുമാനം വന്നു. റായ്ബറേലിയിൽ രാഹുൽ, വയനാട്ടിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി. UDFന്റെ ഉരുക്കുകോട്ടയിലേക്ക് പ്രിയങ്ക കന്നി മത്സരത്തിനിറങ്ങുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെ. രാജ്യത്തെ പ്രതിപക്ഷ ഐക്യനിരയെ ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ നയിക്കും, ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും. പ്രിയങ്ക രണ്ടാം ഇന്ദിരാഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിലുടനീളം പ്രിയങ്കയുടെ ശബ്ദവും മുഴങ്ങിക്കേട്ടിരുന്നു. രാഹുൽ വയനാട് വിട്ടാൽ പ്രിയങ്കയെ മണ്ഡലം ഏൽപ്പിക്കണമെന്ന അഭ്യർത്ഥന പല കോണുകളിൽ നിന്നും ഉയർന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി രേഖപ്പെടുത്താനെത്തിയ രാഹുലിന് മുന്നിൽ പോസ്റ്ററുകളായി ഈ ആവശ്യം നിറഞ്ഞു. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും വലിയ ശക്തമായ ഒരു പിൻബലമുള്ളൊരു മണ്ഡലമാണിത്. ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും UDFന്റെ പ്രവർത്തകരും ഒന്നായി ചേർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശക്തമായൊരു നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് വിശ്വാസം. 2009 മണ്ഡല രൂപീകരണത്തിന് ശേഷം എന്നും UDFനൊപ്പം നിന്നു വയനാട്. പരമ്പരാഗത മണ്ഡലമായ അമേഠി കൈവിട്ട 2019 രാഹുലിനെ 4,30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ചേർത്തു പിടിച്ചു വയനാട്. ജൂലൈ മാസം പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ എത്തുമെന്നാണ് വിവരം. ഇതോടെ തുടങ്ങും ഉപതെരഞ്ഞെടുപ്പിന്റെ കാഹളം. 24 വയനാട്.